പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദുകൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. വളരെ നേരത്തെ തന്നെ മസ്ജിദുകളിൽ ഇടം പിടിച്ച വിശ്വാസികൾ സൂറത്തുൽ കഫും സൂറത്തുൽ യാസീനും ഓതിയാണ് ഖുതുബയുടെ സമയം വരെ വിശ്വാസപൂർവ്വം കാത്തിരുന്നത്. മസ്ജിദുകൾ അറ്റകുറ്റപ്പണികൾ നടത്തിയും മറ്റും ആരാധനാ യോഗ്യമാക്കാൻ മഹല്ല് കമ്മിറ്റികൾ ശ്രദ്ധ പുലർത്തിയിരുന്നു. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ മനുഷ്യരോട് കരുണയും കാരുണ്യവും കാണിക്കുവാനും ജാതിമത ചിന്തകൾക്കതീതമായി പാവങ്ങളെ സഹായിക്കുവാനും ഖുതുബയിൽ ഖത്തീബുമാർ വിശ്വാസികളെ ഉണർത്തി. ഒപ്പം സമാനതകളില്ലാത്ത വിധം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വിശ്വാസി സമൂഹം പൊതുസമൂഹത്തോട് ഒപ്പം നിന്ന് പ്രതിരോധിക്കണമെന്നും ഖത്തീബുമാർ പറഞ്ഞു. അതികഠിനമായ ചൂടിലാണ് ഈ വർഷം വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. മസ്ജിദുകളിലും മറ്റും നോമ്പുതുറയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് മഹല്ല് കമ്മിറ്റികൾ ചെയ്തിട്ടുള്ളത്. പല മസ്ജിദുകളിലും അസർ നമസ്കാരത്തിന് ശേഷം ജാതിമത ഭേദങ്ങളില്ലാതെ അവിടെ എത്തുന്ന എല്ലാവർക്കും ജീരകക്കഞ്ഞി വിതരണവും നടക്കുന്നുണ്ട്. കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് പിന്നീട് ജ്യൂസും ഫ്രൂട്ട്സുകളും മറ്റും കഴിച്ച് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ചായയും പ്രത്യേകം തയ്യാറാക്കുന്ന ജീരകക്കഞ്ഞിയും കുടിച്ചാണ് വിശ്വാസികൾ മസ്ജിദുകളിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഇഷാ നമസ്കാരത്തിന് ശേഷമുള്ള തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി വീണ്ടും വിശ്വാസികൾ മസ്ജിദിൽ എത്തി രാത്രി ഏറെ വൈകിയാണ് പിരിയുക. മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇതര സംഘടനകളുടെയും ഗൾഫ് വെൽഫെയർ തുടങ്ങിയ പ്രവാസി സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ അരിയും പലവ്യഞ്ജന സാധന സാമഗ്രികളും അടങ്ങിയ കിറ്റുകളും മറ്റും നിർധനരായ വീട്ടുകാർക്ക് വിതരണവും നടക്കുന്നുണ്ട്.